ഹായ് ഗൈസ്, വി വി ടാക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നസ്ലിന്റെ പുതിയൊരു പടം ഇനിയിപ്പോൾ അടുത്ത മാസം റിലീസാവാൻ പോവുകയാണ്. മോളിവുഡ് ടൈംസ്. സത്യം പറഞ്ഞാൽ ഈ മാസം റിലീസാവായിരുന്ന പടമായിരുന്നു. അവരെന്തോ ഈ മാസം ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും എന്തോ ഒരു മൊത്തം ക്ലാഷ് കാരണം അവർ ജൂൺ 5 മാറ്റിയതാണ്. സോ അതിന്റെ ഡയറക്ടർ വന്നിട്ട് അഭിനവ് സുന്ദർ നായകാണ്. പുള്ളിയുടെ നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് എനിക്ക് പുള്ളിയുടെ ഡയറക്ഷൻ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഒരു നരേഷൻ രീതിയാണെങ്കിലും ആ സ്റ്റൈലൊക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. പുള്ളിയുടെ ആ ഒരു പടം മതി പറയാൻ. അത് കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആഷിഖ് ഉസ്മാൻ, റൈറ്റർ രാമു സുനിൽ, സിനിമാറ്റോഗ്രാഫി വിശ്വജിത്ത് ഒടുക്കത്തിൽ, മ്യൂസിക് ജേക്സ് ബിജോയ്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ജേക്സ് ബിജോയ് എന്ന് പറയുമ്പോൾ മാസിന് മാസ്, ക്ലാസ്സിന് ക്ലാസ്. ഇപ്പം മലയാളത്തിൽ എടുത്തു പറയത്തക്ക ഒരു മ്യൂസിക് ഡയറക്ടേഴ്സിൽ വൺ ഓഫ് ദ കിഡിലെ മ്യൂസിക് ഡയറക്ടറാണ് ജേക്സ് ബിജോയ്. അപ്പോൾ മ്യൂസിക്കിൽ എന്തായാലും നമുക്കൊരു റേഞ്ച് പ്രതീക്ഷിക്കാം. എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിതിൻ രാജ് ആൻഡ് ഡയറക്ടർ ആൾസോ എഡിറ്ററാണ് അഭിനവ്. സോ ഇപ്പം നസ്ലിൻ്റെ ഇപ്പോഴുള്ള സെലക്ഷൻസ് ഒക്കെ കുറച്ച് വെറൈറ്റി ഉണ്ട്. സാധാരണ ഇടയ്ക്ക് ഈ കാതലനൊക്കെ കുറച്ച് ഡള്ളായി പോയെങ്കിലും അതിനുശേഷം ഇറങ്ങിയ മിക്ക ആലപ്പുഴ ജിംഖാന ഒരുവിധം ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. ലോക അതൊക്കെ ഒരു ഭയങ്കരമായ റേഞ്ചിലേക്ക് നസ്ലിനെ കൊണ്ടുപോയ ചിത്രങ്ങളാണ്. സോ എന്തായാലും ഇത് നമുക്ക് ബാക്കി ടീസർ കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു. മനോജ് നൈറ്റ് ചാമളന്റെ അച്ഛൻ മനോജ് നൈറ്റ് ചാമളന് ചെറുപ്പത്തിൽ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ട് മനോജ് നൈറ്റ് ശ്യാമളിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ ഹോളിവുഡ് മതി. ഹോളിവുഡ് മതി. പുള്ളിയുടെ ലുക്കിലെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഓർക്കണം. അതിന് ഓഡിയൻസ് പേടിച്ച മാത്രം പോലെ ഒരു ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കപ്പെടുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമ. മനോജ് നൈറ്റ് ശ്യാമളൻ വീണ്ടും വീണ്ടും എല്ലാരും ഉണ്ടല്ലോ. ഹൊറർ ഫിലിം മേക്കർ. പുള്ളിയുടെ ലുക്ക് തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. മ്യൂസിക് ജേക്സ് ബിജോയ്. ഡിക്കാപ്രിയോയുടെ റെഫറൻസ്. ഓക്കെ കമ്മിങ് ടു മലയാള സിനിമയെ രക്ഷിക്കാനുള്ള വരവാണ്. എന്തായാലും രക്ഷിക്കാനുള്ള വരവായിക്കോട്ടെ. കാരണം ഈ പടം ഏകദേശം ട്രെയിലർ കണ്ടിട്ട് പടത്തിൽ കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ട്. കാരണം അഭിനവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആൾറെഡി പുള്ളിയുടെ ഡയറക്ഷൻ, പിന്നെ നസ്ലിൻ്റെ ലുക്ക് തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതുവരെ കാണാത്ത ഒരു ലുക്കിലൊക്കെയാണ് നസ്ലിൻ വരുന്നത്. പിന്നെ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി എടുത്തിന്ന് പറയണം കേട്ടോ. സിനിമാറ്റോഗ്രാഫി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ആരായിരുന്നു വന്നിട്ട് വിശ്വജിത്ത് ഒടുക്കത്തിൽ. നന്നായിട്ട് സിനിമാറ്റോഗ്രാഫി നന്നായിട്ട് ട്രെയിലറിൽ അറിയാൻ പറ്റുന്നുണ്ട്. സോ പടം മിക്കവാറും ഒരുവിധം പടം കൊള്ളാമെങ്കിൽ മിക്കവാറും നസ്ലിൻ്റെ അടുത്ത ഒരു 100 കോടി തൂക്കൽ ഇതിൽ പ്രതീക്ഷിക്കാം. കാരണം പടത്തിൽ ഒരുവിധം ട്രെയിലറിൽ ഒരുവിധം പ്രതീക്ഷ തരുന്നുണ്ട്. പടം വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റ്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഹിറ്റ് ജേണറാണത്. ഹിറ്റിന് സാധ്യത ഉള്ളൊരു സംഭവമാണ് അത്. അതിൻ്റെ രീതിയിൽ ഒഴുക്കത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ സാധനം എല്ലാവർക്കും ഒരുവിധം മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്നത്. സോ ആ ഒരു ഇത് എന്തായാലും പടത്തിലുണ്ട്. പടത്തിലെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇനി ജൂൺ 5 പടം ഇറങ്ങുമ്പോൾ നമുക്ക് ബാക്കി അറിയാൻ പറ്റും. പിന്നെ ട്രെയിലറിൽ തന്നെ 2-3 റെഫറൻസ് കണ്ടു. അതായത് മനോജ് നൈറ്റ് ശ്യാമളൻ അത് പറഞ്ഞതും പിന്നെ ഡിക്കാപ്രിയോയുടെ ആ ഒരു ആക്ഷൻസ്, ഇതെല്ലാം സിനിമയ്ക്കുള്ളിലെ സിനിമയാകുമ്പോൾ കുറേയൊക്കെ അങ്ങനെയുള്ള റെഫറൻസ് പടത്തിലുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതൊക്കെ ഒരു വിധം പ്രത്യേകിച്ച് നസ്ലിൻ്റെ ഒരു കോമിക് ഓളമുള്ള ഒരു ആക്ടിങ്ങും നസ്ലിൻ്റെ ഒരു ആക്ടിങ് അതൊരു വേറെ രീതിയാണല്ലോ. അതും അഭിനവിൻ്റെ ഡയറക്ഷനും കൂടെ ഒന്നിച്ച് വരുമ്പോൾ എന്തായാലും സംഭവം ഇറുക്ക്. ഈ ട്രെയിലർ കണ്ടിട്ട് നല്ല പ്രതീക്ഷയ്ക്ക് വക തരുന്നുണ്ട്. പടം ഇനി എന്തായിരിക്കും എന്നുള്ളത് ജൂൺ 5 പടം ഇറങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ എന്തായാലും ട്രെയിലർ ഒരു നല്ലൊരു നിലവാരം നമുക്ക് തന്നിട്ടുണ്ട്. സോ
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. ഇതുപോലുള്ള ട്രെയിലർ റിയാക്ഷൻസും സിനിമ റിവ്യൂസുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇനിയും വരും. സോ അടുത്ത് മറ്റൊരു റിവ്യൂവുമായി നിങ്ങളെ സന്ധിക്കും വരയ്ക്കും വണക്കം.